കൊല്ലത്ത് നിന്ന് കാണാതായ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണ്. 18-ാം തീയതി രാവിലെ 10:30 കൂടിയാണ് കരുനാഗപ്പള്ളി ജംഗ്ഷനിലൂടെ പോയത്. ആലപ്പാട് നിന്ന് കാണാതായ ഐശ്വര്യയ്ക്ക് വേണ്ടി അന്വേഷണം തുടരുന്നതായി കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു. ഓൺലൈൻ ഗെയിം കളിക്കുകയാണോ എന്ന് ചോദിച്ച് മകളെ തലേദിവസം വഴക്ക് പറഞ്ഞിരുന്നതായി അമ്മ ഷീജ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അന്നത്തെ ദിവസം ഇല്ലായിരുന്നു. ഞാൻ ജോലിക്ക് പോയിരിക്കായിരുന്നു. അപ്പൊ ഒരു 10:30 കൂടി ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ഫോൺ എടുത്തില്ല. അപ്പൊ പിന്നെ അടുത്ത വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവര് നോക്കുമ്പോ വീട്ടിൽ ആളില്ല. പിന്നെ ഒരു 11 കൂടി ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ്. പിന്നെ ഇതുവരെ ഫോൺ ഓൺ ആയിട്ടില്ല. 2.5 ദിവസം കഴിഞ്ഞു എന്റെ കുഞ്ഞ് എവിടെ പോയതാ എന്താ ഒന്നും അറിയില്ല. തലേ ദിവസം ചെറിയ വഴക്കുണ്ടായിരുന്നു. അത് പിന്നെ രാവിലെയൊക്കെ നോർമൽ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. അന്വേഷണത്തിന് സഹായകമാകുന്ന ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? ധന്യ, 18-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി കുട്ടിയെ കാണാതായി എന്നുള്ളതാണ് കുടുംബം നൽകിയ പരാതി. അതായത് ഐശ്വര്യയെ കാണാതായത് 18-ാം തീയതി രാവിലെ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ നൽകുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 10:30 ഈ പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് മീഡിയ വൺ ഇപ്പോൾ നൽകുന്നത്. അതായത് ഈ 18-ാം തീയതി രാവിലെ ആ 10:30 ഐശ്വര്യ അനിൽ ഈ സമീപത്ത് ഈ സ്ഥലത്തൂടെ കരുനാഗപ്പള്ളി ജംഗ്ഷനിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണങ്ങൾ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെയായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. നിലവിലൊരു നിഗമനം എന്ന് പറയുന്നത് 18-ാം തീയതി രാവിലെ 11:10 ഉണ്ടായിരുന്ന നേത്രാവതി എക്സ്പ്രസിൽ ഒരുപക്ഷെ യാത്ര ചെയ്തിരിക്കാം എന്നുള്ളതാണ് ഒരു നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വിവരമറിയിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവ ദിവസം തന്നെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ടാബ് ഉൾപ്പെടെ കൊണ്ടാണ് പോയിരിക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ ഓഫ് ആയതാണ് പോലീസിന് കൃത്യമായി അവരിലേക്ക് എത്താൻ ഇതുവരെയും കഴിയാതിരിക്കുന്നത്. അമ്മയാണ് അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സ്വാഭാവികമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തലേ ദിവസം ഈ മൊബൈലും ഒക്കെ തന്നെ അമിതമായി, അതായത് ഗെയിമൊക്കെ അമിതമായി കളിക്കുന്നതിന്റെ ഭാഗമായി വഴക്ക് പറഞ്ഞിരുന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ സാധാരണ ദിവസത്തെ പോലെയായിരുന്നു. ഈ വീട്ടിൽ നിന്നും ഐശ്വര്യ പോകുന്ന സമയത്ത് മറ്റാരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് അന്വേഷണം നടത്തി വീട്ടിലെത്തിയപ്പോൾ ഈ യുവതി അവിടെ നിന്നും പോയതായി മനസ്സിലാക്കിയത്. തുടർന്നാണ് പരിശോധന നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ASPയോട് സംസാരിച്ചപ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ധന്യ.